ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 100 ആനുകാലിക ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. അതായത് ഇപ്പോൾ G20 ഉണ്ട്, ചന്ദ്രയാൻ 3 ഉണ്ട്, ആദിത്യ L1 ഉണ്ട്, അവാർഡ്സ് ഉണ്ട്, തീമുകളുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള പദ്ധതികൾ. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ്. അപ്പോൾ ഈ 100 ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ക്ലാസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ്, 74ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷം 2023 മുഖ്യ അതിഥി ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരായിരുന്നു? അബ്ദുൾ ഫത്ത അൽ സിസി അല്ലെ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുൾ ഫത്ത അൽ സിസി. 2023 കാര്യമാണ് കേട്ടോ പറയുന്നത്. 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇമ്മാനുവൽ മാക്രോൺ അല്ലെ, ഫ്രാൻസിലെ പ്രസിഡന്റ് ആണ് ഇമ്മാനുവൽ മാക്രോൺ. അപ്പോ 74ാമത്തെ ആരാണ്? അബ്ദുൾ ഫത്ത എൽ സിസി. 75ാമത്തെ ഇമ്മാനുവൽ മാക്രോൺ. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ചിട്ടുള്ള ഫ്ലോട്ടിന്റെ വിഷയം അല്ലെങ്കിൽ ടാബ്ലോന്റെ വിഷയം ചോദിക്കുകയാണെങ്കിൽ സ്ത്രീ ശാക്തീകരണം. എന്താണ്? സ്ത്രീ ശാക്തീകരണം. ബേപ്പൂർ ഉരുവിന്റെ ആകൃതിയിലുള്ളതായിരുന്നു ഈ ടാബ്ലോ കേട്ടോ. അപ്പൊ ബേപ്പൂർ ഉരുവിന്റെ ആകൃതിയിലുള്ളതായിരുന്നു ഈ ടാബ്ലോ. ഇനി ഫ്ലോട്ടുകളിൽ, അതായത് നമ്മുടെ ടാബ്ലോകളിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഉത്തരാഖണ്ഡ് ആണ്. ഓക്കെ, ഉത്തരാഖണ്ഡ് ആണ്. അപ്പൊ ടാബ്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നിശ്ചലമായിട്ടൊക്കെ നിൽക്കുക അല്ലെ. അപ്പൊ ഉത്തരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നിശ്ചലമായിട്ടൊക്കെ നിൽക്കുന്നൊക്കെ ഓർക്കാം. കോപ്പിയൊക്കെ അടിച്ചു കഴിയുമ്പോൾ അല്ലെ, ഉത്തരമൊക്കെ കണ്ടു കഴിയുമ്പോൾ നിശ്ചലമായിട്ട് നിൽക്കുന്നൊക്കെ വെറുതെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ടാബ്ലോകളിൽ 1ാം സ്ഥാനത്ത് നേടിയിട്ടുള്ളത് ഉത്തരാഖണ്ഡ്, 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മഹാരാഷ്ട്ര. 1ാം സ്ഥാനത്തുള്ളത് ഉത്തരാഖണ്ഡ്, 2ാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്ര. 2023 കേസാണ് പറയുന്നത് കേട്ടോ. ഇനി 19ാമത്തെ ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ഇന്ത്യൻ പതാക ഏന്തിയുള്ളത് ഹർമൻ പ്രീത് സിംഗും ലൗലീന ബോർഗോഹേനും ആണ്. ഓക്കെ, 19ാമത്തെ ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ, നമുക്കറിയാലോ ഈ ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയാണ് കേട്ടോ. അപ്പൊ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയുള്ളത് ആരൊക്കെയാണ്? ഹർമൻ പ്രീത് സിംഗ്, ഓക്കെ, ഹോക്കിയാണ്. അതേപോലെ തന്നെ ലൗലീന ബോർഗോഹേൻ, ബോക്സിംഗ് അല്ലെ. ബോർഗോഹേൻ ബോ വെച്ചിട്ട് തന്നെ ബോക്സിംഗ്, ഹർമൻ പ്രീത് സിംഗ് ഹോക്കി. അപ്പൊ ഉദ്ഘാടനം ചെയ്തപ്പോ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഉദ്ഘാടനം ചെയ്തെന്ന് ഓർക്കാം അല്ലെ. ലവ് ചെയ്തിട്ടാണ്, അപ്പൊ ഇഷ്ടത്തോടെയാണ്, നമുക്ക് ലൗലീനയായിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ നല്ല പ്രീതിയോടെയാണ് ഉദ്ഘാടനം ചെയ്തെന്ന് ഓർക്കാം. ഓക്കെ, ഹർമൻ പ്രീത് സിംഗും ലൗലീന ബോർഗോഹേൻ. ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങ് കേട്ടോ. ഇനി സമാപന ചടങ്ങിൽ, ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ PR ശ്രീജേഷ് ആണ്. അപ്പൊ ഏഷ്യൻ ഗെയിംസ്, 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് എവിടെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്? ചൈനയിൽ അല്ലെ, ഹാങ്ഷോയില്. അപ്പൊ നമ്മൾ അതിന്റെ വെന്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ് കാണാത്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് G20 ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. G20 ഫസ്റ്റ് അഗ്രികൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് നടന്നിട്ടുള്ളത് ഇൻഡോറിലായിരുന്നു. ഓക്കെ, G20 ഫസ്റ്റ് അഗ്രികൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് നടന്നിട്ടുള്ള എവിടെയാണ്? ഇൻഡോർ. അഗ്രികൾച്ചറൽ, നമ്മുടെ വീടിനകത്ത് അഗ്രികൾച്ചർ ഒക്കെ വളർത്തും, അല്ലെങ്കിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് എന്നൊക്കെ പറയില്ല, അതേപോലെ ഓർത്തു വെക്കാം. ഓക്കെ, അഗ്രികൾച്ചറൽ ഇൻഡോർ. ഇനി ഫസ്റ്റ് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് ഏതാ? റാൻ ഓഫ് കച്ച് ആണ്. ഏതാണ്? റാൻ ഓഫ് കച്ച് കേട്ടോ. ഫസ്റ്റ് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് റാൻ ഓഫ് കച്ച്. നമ്മൾ ഈ ടൂർ പോകണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വേഗം ഓടിപ്പോവും അല്ലെ. റണ്ണ്, അല്ലെങ്കിൽ റണ്ണിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള റാൻ ഓർക്കുക കേട്ടോ. റാൻ ഓഫ് കച്ച്. ഇനി ഫസ്റ്റ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഏതാ? മുംബൈ. ഫസ്റ്റ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മുംബൈ ആണ്. ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതിനകത്ത് മുംബൈ എത്തണം അല്ലെ, മുൻപേ, നമ്മൾ മലയാളത്തിലൊക്കെ പറയുന്ന പോലെ മുൻപേ. ഇനി രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നിട്ടുള്ളത് കുമരകത്താണ്. ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നിട്ടുള്ളത് ഉദയ്പൂർ, രാജസ്ഥാൻ. അപ്പൊ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് ഇത് വേണമെങ്കിൽ ചോദിക്കാം. രണ്ടാമത്തെ ഷെർപ്പ നടന്നിട്ടുള്ളത് കുമരകം. ഫസ്റ്റ് നടന്നിട്ടുള്ളത് ഉദയ്പൂർ ആണ്. അപ്പൊ ഷെർപ്പ എന്ന് പറയുന്ന ഓരോ രാജ്യത്തിന്റെയും റെപ്രസെന്റേറ്റീവിനെയാണ് ഈ ഷെർപ്പ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ 10 പോയിന്റ്സ് എല്ലാവർക്കും സെറ്റ് ആണോ? 74ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ 2023 മുഖ്യ അതിഥി അബ്ദുൾ ഫത്ത അൽ സിസി, 2024 ഇമാനുവൽ മാക്രോൺ അല്ലെ. പിന്നെ 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ചിട്ടുള്ള ഫ്ലോട്ടിന്റെ വിഷയം സ്ത്രീ ശാക്തീകരണം. ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഉത്തരാഖണ്ഡ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ളത് ലൗലീന ബോർഗോഹേനും ഹർമൻ പ്രീത് സിംഗ്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ളത് PR ശ്രീജേഷ്. പിന്നെ G20 ഫസ്റ്റ് അഗ്രികൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് ഇൻഡോർ, ഫസ്റ്റ് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് റാൻ ഓഫ് കച്ച്, ഫസ്റ്റ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മുംബൈ, രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗ് കുമരകം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
ആദിത്യ L1 ആണ്. അപ്പൊ ആദിത്യ L1 ബഹിരാകാശത്ത് നിന്നും സൂര്യനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സോളാറിന്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചുള്ള പഠനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് അല്ലെ. ഇനി ആദിത്യ L1 വിക്ഷേപണ വാഹനം ചോദിക്കുകയാണെങ്കിൽ PSLV C57. ഏതാണ്? PSLV C57 കേട്ടോ, പഠിച്ചു വെച്ചേക്കണേ. ഇനി പ്രൊജക്ട് ഡയറക്ടർ ആരാ? നിഗർ ഷാജി. പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? നിഗർ ഷാജി, ആദിത്യ L1ന്റെ. അപ്പൊ ആദിത്യ L1 എന്ന് പറയുമ്പോൾ പ്രൊജക്ട് ആണ് അല്ലെ. പ്രൊജക്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയില്ലേ, വീട്ടിൽ പോയിട്ട് ഗറിൽ പോയിട്ടൊക്കെ ചെയ്യാം പ്രൊജക്ട് അല്ലെ. അപ്പൊ ഹിന്ദിയിൽ ഗർ എന്ന് പറഞ്ഞാൽ എന്താ? വീട്. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ്. ഇനി മിഷൻ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ SR ബിജു ആണ്. മിഷൻ ഡയറക്ടർ ആരാണ്? SR ബിജു. മിഷൻ ഡയറക്ടർ SR ബിജു. ഓക്കെ, അപ്പൊ ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? PSLV C57 എന്നുള്ളത് ഓർത്തു വെക്കാം. പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? നിഗർ ഷാജി. മിഷൻ ഡയറക്ടർ ആരാ? SR ബിജു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ള ഡേറ്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്നാണ് ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സൗത്ത് പോളില് സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള ഡേറ്റ് എന്ന 2023 ഓഗസ്റ്റ് 23. ഫാൻസി നമ്പർ ആണ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 അല്ല, എല്ലാം ഒരു 3 ആണ്. പിന്നെ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഒരു ഗസ്റ്റ് പോലെയൊക്കെ എത്തിയെന്ന് ഓർക്കാം. ഓഗസ്റ്റ് കേട്ടോ, ഒരു ഗസ്റ്റ് പോലെയൊക്കെ എത്തിയെന്ന് ഓർക്കാം. അതിന്റെ കൂടെ തന്നെ പഠിക്കുക 2023 ഓഗസ്റ്റ് 23. അപ്പൊ ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നു കേട്ടോ. നാഷണൽ സ്പേസ് ഡേ എന്നാണ് ചോദിക്കുകയാണെങ്കിൽ എന്നാണ്? ഓഗസ്റ്റ് 23. ഈ ഒരു ഡേറ്റ് ആണ് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ വാഹനം LVM-3M4 ആണ്. ഏതാണ്? LVM-3M4. അപ്പൊ ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23. അപ്പൊ ഇവിടെയും ഒരു 3 ഉണ്ട്, LVM-3M4 കേട്ടോ, M3M4. ഇനി നമ്മൾ നോക്കുന്നത് ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേലോഡാണ്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേലോഡ് ഏതൊക്കെയാണ്? 4 എണ്ണം ഉണ്ട് കേട്ടോ. രംഭ, ചാസ്റ്റ്, ഇൽസ, LRA. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. അപ്പൊ ലാൻഡർ ഏതാ? ലാൻഡർ വിക്രമാണ് അല്ലെ. വിക്രമാണ് ലാൻഡർ. അപ്പൊ വിക്രം ലാൻഡ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. നമ്മുടെ ഫിലിം ആക്ടർ വിക്രം ലാൻഡ് ചെയ്തു എന്ന് ഓർക്കാം. അതേപോലെ തന്നെ വിക്രം ചേസ് ചെയ്തു. ആരെ ചേസ് ചെയ്തു? രംഭേനെ ചേസ് ചെയ്തു. ഒരു ആക്ട്രസ് ആണ് അല്ലെ. അപ്പൊ വിക്രം ചേസ് ചെയ്തു രംഭ എന്നുള്ളത് ഓർക്കാം. പിന്നെയുള്ള 2 എണ്ണം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ആരൊക്കെയുണ്ട്? ILSAയും അതേപോലെ തന്നെ LRA. ILSAയും LRAയും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ലാൻഡർ 4 എണ്ണം, രംഭ, ചാസ്റ്റ്, ഇൽസ, LRA. ഇനി അതേപോലെ തന്നെ റോവറിന്റെ പേലോഡ് 2 എണ്ണമാണ്. അത് ഏതൊക്കെയാണ്? ലിപ്സും ഉണ്ട്, APXസും ഉണ്ട്. അപ്പൊ റോവർ എന്ന് പറയുന്നത് പ്രഗ്യാനാണ്. പ്രഗ്യാൻ അല്ലെ. നമ്മുടെ പ്രകൃതിയിൽ നിന്നാണ് റോ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കിട്ടുക. റോ എന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെ പ്രഗ്യാൻ, പ്രകൃതിയായിട്ട് ഓർക്കാം കേട്ടോ. പ്രഗ്യാൻ റോ ആയിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടുക. അതാണ് റോ എന്ന് ഉദ്ദേശിച്ചുള്ള റോവറിന്റെ റോ ആണ് കേട്ടോ. ഓക്കെ, ഇനി അതിൽ 2 പേലോഡാണ്. അതിലൊന്ന് ലിപ്സും രണ്ടാമത് APXs. അപ്പൊ നമ്മുടെ പ്രകൃതിയിലുള്ള ഒരാളല്ലേ എയ്പ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എയ്പ്പ് എക്സസ് ഉണ്ടെന്ന് ഓർക്കാം കേട്ടോ. എക്സസ് എയ്പ്പ് ഉണ്ടെന്നൊക്കെ പറയില്ല, അതുപോലെ എയ്പ്പ് എക്സസ്. പിന്നെ എയ്പ്പിന്റെ ലിപ്സ് ഓർക്കാം അല്ലെ. എയ്പ്പിന്റെ ഒക്കെ ലിപ്സ് കണ്ടിട്ടില്ലേ? ലിപ്പ് അതേപോലെ ലിപ്സ് ഓർക്കാം. അപ്പൊ റോവർ പേലോഡ് 2 എണ്ണം, ലിപ്സും APXs. ഇനി പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ പേലോഡ് ഷേപ്പ് എന്നാണ് കേട്ടോ. പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ പേലോഡ് ഏതാണ്? ഷേപ്പ്. പ്രോപ്പർ ആയിട്ടുള്ള ഷേപ്പ് വേണമെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ആണ് കേട്ടോ. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ആണ്. പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ പേലോഡ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഷേപ്പ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. ആദിത്യ L1 വിക്ഷേപണ വാഹനം PSLV C57. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി. മിഷൻ ഡയറക്ടർ SR ബിജു. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ളത് ഡേറ്റ് 2023 ഓഗസ്റ്റ് 23. വിക്ഷേപണ വാഹനം LVM-3M4. ലാൻഡർ പേലോഡ് ഏതാ? രംഭ, ചാസ്റ്റ്, ഇൽസ, LRA. റോവർ പേലോഡ് ലിപ്സ്, APXs. റോവർ പ്രഗ്യാൻ, ലാൻഡർ വിക്രം. പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ പേലോഡ് ഷേപ്പ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കുറച്ച് അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് SK വസന്തൻ. അതേപോലെ തന്നെ 2022 സേതുമാധവനാണ് കേട്ടോ. സേതുമാധവൻ.
ഓക്കെ, 2022 സേതുമാധവൻ. ജസ്റ്റ് ഓർക്കാം, 2022 എന്ന് പറയുമ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയതാണ്. 22 എന്ന് പറയുമ്പോൾ സേതുമാധവൻ, നമുക്ക് കിരീടം ചെങ്കോല് സിനിമയിനകത്തുള്ള മോഹൻലാലിനെ ഓർക്കാം. അപ്പൊ 2 സിനിമയില്ലേ അല്ലെ, കിരീടം ഉണ്ടോ ചെങ്കോലും ഉണ്ട്. അപ്പൊ നമുക്ക് ആ രണ്ടായിട്ടും കൂടെ കണക്ട് ചെയ്യാം. അതിൽ അച്ഛൻ റോളിനൊക്കെ ഇമ്പോർട്ടൻസ് ഇല്ലേ, സേതുമാധവനും അച്ഛനും തമ്മിലുള്ള ഒരു കണക്ഷൻ ഒക്കെ പറയുന്ന ഒരു ചിത്രമല്ലേ. അപ്പൊ അച്ഛനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എഴുത്തച്ഛൻ പുരസ്കാരം 2022 കേട്ടോ. അപ്പൊ ആ രണ്ടുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അതേപോലെ 2023 വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയിട്ടുള്ളത്. 2023 വയലാർ പുരസ്കാരം. ഓക്കെ, വയലിലെ തുമ്പി എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ തമ്പി, ശ്രീകുമാരൻ തമ്പി. അതേപോലെ തന്നെ 2022 കിട്ടിയിട്ടുള്ളത് വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷിനാണ്. മീശ എന്ന നോവലിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഓർത്തു വയ്ക്കാം, 2023 വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പി, 2022 കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷിനാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം. 69ാമത്തെ നെഹ്റു ട്രോഫി ജേതാവ് വിയാപുരം ചുണ്ടനാണ് കേട്ടോ. 69ാമത്തെ നെഹ്റു ട്രോഫി ജേതാവ് വിയാപുരം ചുണ്ടൻ. 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ചമ്പക്കുളം ചുണ്ടൻ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ വിയാപുരം ചുണ്ടൻ കേട്ടോ, വിയാപുരം ചുണ്ടൻ. 2ാം സ്ഥാനത്ത് ചമ്പക്കുളം ചുണ്ടൻ. അടുത്ത പോയിന്റ് നോക്കാം. 2023 വയോസേവന പുരസ്കാരം ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ളത് നടൻ മധുവും അതേപോലെ തന്നെ ചെറുവയൽ കെ രാമനാണ് കേട്ടോ. ചെറുവയൽ രാമനാണ്. അപ്പൊ വയോസേവനം അല്ലെ, വയോസേവന പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണ്? നടൻ മധുവിനും ചെറുവയൽ കെ രാമനും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോയിന്റ്സുകളൊക്കെ ഒന്നും കൂടെ സ്പീഡിൽ നോക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എസ് കെ വസന്തൻ. 2022 കിട്ടിയിട്ടുള്ളത് സേതുമാധവൻ. 2021 ഒന്നുപോലെ ഇരിക്കുന്ന പി അല്ലെ, പോൾ സക്രിയ. 2023 വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പി. 2022 കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷ്. ജസ്റ്റ് ഓർക്കാം, മീശയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ, മീശ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ 2 മീശയും പിരിച്ചു വെച്ചു എന്നൊക്കെ ഓർക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് രണ്ടുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ 2 മീശയും പിരിച്ചു വെച്ചു എന്നൊക്കെ ഓർത്തു വെക്കാം. 2022 കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷിന്. 69ാമത്തെ നെഹ്റു ട്രോഫി ജേതാവ് വിയാപുരം ചുണ്ടൻ. 2ാം സ്ഥാനത്ത് ചമ്പക്കുളം ചുണ്ടൻ. 2023 വയോസേവന പുരസ്കാരം ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ളത് മധുവും അതേപോലെ തന്നെ ചെറുവയൽ കെ രാമൻ. അടുത്ത പോയിന്റ്, 2022 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം ലഭിച്ചിട്ടുള്ളത് MM ബഷീറിനും N പ്രഭാകരനുമാണ്. ഓക്കെ, 2022 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം. ഓക്കെ, വിശിഷ്ട അംഗത്വമാണ്. അപ്പൊ ഒരു പ്രഭയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, വിശിഷ്ട അംഗത്വം ആയതുകൊണ്ട് തന്നെ ഒരു പ്രഭയൊക്കെ ഉണ്ടായിരുന്നു ഓർക്കാം. N പ്രഭാകരനും അതേപോലെ തന്നെ MM ബഷീർ. ഓർത്തു വെച്ചോണം കേട്ടോ. 2022 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം ലഭിച്ചിട്ടുള്ള MM ബഷീറിനും N പ്രഭാകരൻ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നോവൽ വിഭാഗം കിട്ടിയിട്ടുള്ളത് വി ഷിനിലാലിനാണ്. വി ഷിനിലാൽ ഏതാണ്? സമ്പർക്ക ക്രാന്തിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോവൽ വിഭാഗം, ഈ നോവലൊക്കെ എഴുതി കഴിയുമ്പോൾ നന്നായിട്ട് ക്ഷീണിക്കുന്ന ഓർക്കാം അല്ലെ. അത്യാവശ്യം വലുതല്ലേ നോവൽ എന്ന് പറയുമ്പോൾ. അപ്പൊ ക്ഷീണിക്കുന്ന ഓർക്കാം, ഷിനിലാൽ കേട്ടോ. അതേപോലെ തന്നെ സമ്പർക്ക ക്രാന്തിക്കാണ് കിട്ടിയിട്ടുള്ളത്, സമ്പർക്ക ക്രാന്തി. ഓക്കെ, അപ്പൊ സമ്പർക്കം പാടില്ല എന്നൊക്കെ ഓർക്കാം. നമ്മൾ ഈ കോവിഡ് ഒക്കെ വരുമ്പോൾ പറയില്ലേ സമ്പർക്കം പാടില്ല എന്നൊക്കെ ഓർത്ത് വെക്കാം. നോ സമ്പർക്കം വേണമെങ്കിൽ അങ്ങനെ ഓർക്കാം കേട്ടോ. നോ സമ്പർക്കം. അപ്പൊ നോവലിന്റെ നോ ആയിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ വി ഷിനിലാലിനാണ് കിട്ടിയിട്ടുള്ളത്. ബാലസാഹിത്യം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 ബാലസാഹിത്യം കിട്ടിയിട്ടുള്ളത് കെ ശ്രീകുമാറിനാണ്. 2022 കേസാണ് പറയുന്നത്. കെ ശ്രീകുമാർ. ചക്കര മാമ്പഴത്തിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ചക്കര മാമ്പഴം. ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ തന്നെ ബാലന്മാർക്ക് ഇഷ്ടമുള്ള ചക്കര മാമ്പഴമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ബാലന്മാർക്ക് നല്ല ശ്രീയാണെന്ന് ഓർക്കാം, ഐശ്വര്യാണെന്ന് ഓർക്കാം. കെ ശ്രീകുമാർ, ചക്കര മാമ്പഴം. അടുത്ത് നമുക്ക് 53ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 നോക്കാം. ഓക്കെ, അതിലെ മികച്ച ചിത്രം ഏതാണ്? നൻപകൽ നേരത്ത് മയക്കം. നൻപകൽ നേരത്ത് മയക്കം. മികച്ച നടൻ ചോദിക്കുകയാണെങ്കിൽ മമ്മൂട്ടിയാണ്. മികച്ച നടൻ മമ്മൂട്ടി. മികച്ച വിൻസി അലോഷ്യസ് ആണ്. മികച്ച നടി ചോദിക്കുകയാണെങ്കിൽ വിൻസി അലോഷ്യസ്. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ. അറിയിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിലാണ്. വിൻസി അലോഷ്യസ്, രേഖ എന്ന് പറഞ്ഞാണ്. മികച്ച നടൻ മമ്മൂട്ടി, നൻപകൽ നേരത്ത് മയക്കം. ഇനി 53ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 ആണ്. അപ്പൊ ജസ്റ്റ് ഓർക്കാം, നമുക്ക് 2022 എന്ന് പറയുമ്പോൾ 2 നേരമൊക്കെ മയങ്ങുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഉച്ചയ്ക്കും രാത്രിയൊക്കെ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. മികച്ച ചിത്രം, ഈ മികച്ച ചിത്രം മാത്രം ഒന്ന് കണക്ട് ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ തന്നെ ബാക്കി പഠിച്ചു വെച്ചേക്കാം കേട്ടോ. നൻപകൽ നേരത്ത് മയക്കം. ഇനി അതില് ആ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടിയാണ്. അപ്പൊ മികച്ച നടൻ മമ്മൂട്ടി തന്നെ. മികച്ച നടി വിൻസി അലോഷ്യസ്. ആരാണ്? വിൻസി അലോഷ്യസ് ആണ് മികച്ച നടി. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ. അറിയിപ്പ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. 52ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021.
ഓക്കെ, 2021 കേസാണ് പറയുന്നത്. മികച്ച നടൻ ബിജു മേനോനും ജോജു ജോർജും, മികച്ച നടി രേവതി, മികച്ച സംവിധായകൻ ദിലീഷ് പോത്തനാണ് കേട്ടോ. അപ്പൊ മികച്ച നടൻ ബിജു മേനോൻ ആർക്കറിയാം എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ജോജു ജോർജിന് മധുരം, ഫ്രീഡം ഫൈറ്റ്, നായാട്ട്, തുറമുഖം എന്നുള്ള ചിത്രങ്ങളിൽ. മികച്ച നടി രേവതി ഭൂതകാലം, മികച്ച സംവിധായകൻ ദിലീഷ് പോത്തൻ, ചിത്രം ജോജി. ഓക്കെ, അപ്പോ ഇത് തമ്മിൽ ചിലപ്പോൾ മാറിപ്പോവും അല്ലെ. മികച്ച നടൻ ബിജു മേനോൻ ഇപ്പൊ 2021 ആണോ 2000 ആണോ എന്നൊക്കെ ചിലപ്പോൾ മാറിപ്പോവും. അപ്പൊ അത് ഓർക്കാനായിട്ടുള്ള കോഡാണ് ഞാൻ പറഞ്ഞ 2 നേരം മയക്കം എന്നുള്ള രീതിയിൽ ഓർക്കാം. മയക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മമ്മൂട്ടിയായിട്ടൊക്കെ കണക്ട് ചെയ്ത് അങ്ങ് പോവാലോ. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 30ാമത്തെ JC ഡാനിയൽ പുരസ്കാരത്തിന് 2022 അർഹനായിട്ടുള്ളത് TV ചന്ദ്രനാണ്. ഓക്കെ, 2021 അർഹനായിട്ടുള്ളത് KP കുമാരൻ. അപ്പൊ ജസ്റ്റ് ഓർക്കാം, ഈ JC എന്ന് പറയുമ്പോൾ നമുക്ക് ജേഴ്സി ഓർക്കാം. ഈ സ്പോർട്സിലെ ജേഴ്സി ഉണ്ടല്ലോ, ഇട്ട് കളിക്കുന്ന കളികൾ നമ്മൾ TV കണ്ടു എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ JC ഡാനിയൽ TV, ജേഴ്സി ഇട്ടിട്ടുള്ള കളി TV കണ്ടു. അപ്പൊ TV ചന്ദ്രൻ. ഇനി 2021 KP കുമാരൻ. ഒന്നുപോലെ, ഒന്നെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ആ ഒരു ഷേപ്പിൽ ഒരു കുമാരൻ ഉണ്ടെന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. ഒന്നല്ല, ഒരു കുമാരന്റെ പോലെ ഓർക്കാം. KP കുമാരൻ, ജേഴ്സി ഇട്ടിട്ടുള്ള ഒരു കുമാരൻ, അങ്ങനെയും ഓർക്കാം അല്ലെ. അപ്പോൾ വർഷങ്ങൾ തമ്മിൽ മാറിപ്പോവാതിരിക്കാനാണ് കോഡ് പറഞ്ഞത്. JC ഡാനിയൽ പുരസ്കാരം 2022 കിട്ടിയിട്ടുള്ള TV ചന്ദ്രനും 2021 കിട്ടിയിട്ടുള്ളത് KP കുമാരൻ. ഇനി 2023 AR രാജരാജവർമ്മയുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പി. ഓക്കെ, രാജാവും കുമാരനും നോർക്കാം അല്ലെ. അപ്പൊ 2023 AR രാജരാജവർമ്മയുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പി. കാക്കനാടൻ സാഹിത്യ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ 6ാമത്തെ കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്, കാക്കനാടൻ പുരസ്കാരം കേട്ടോ, അത് കിട്ടിയിട്ടുള്ളത് KV മോഹൻകുമാർ. കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് KV മോഹൻകുമാർ. ഞാൻ ഓർത്തു വെച്ചേക്കുന്നത്, ഈ കാക്കനാടൻ എന്ന് പറയുമ്പോൾ കാക്കനാടിലാണ് നമ്മുടെ ഇൻഫോ പാർക്ക്. അപ്പൊ ഇൻഫോ പാർക്കിൽ പോകാൻ എല്ലാവർക്കും ഭയങ്കര മോഹമാണെന്നാണ് ഞാൻ ഓർത്തു വെച്ചേക്കുന്നത്. അപ്പൊ കാക്കനാടൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് KV മോഹൻകുമാർ. KV മോഹൻകുമാർ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ചെറുകാട് സ്മാരക ട്രസ്റ്റിന്റെ ചെറുകാട് പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത് ഷീല ടോമി. നോവൽ ഏതാ? വല്ലി. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ചെറുകാട് സ്മാരക ട്രസ്റ്റിന്റെ ചെറുകാട് പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത് ഷീല ടോമി. നോവൽ ഏതാണ്? വല്ലി. ഷീ വല്ലി എന്ന് ഓർത്താൽ മതി കേട്ടോ. ഈ ഒരു ക്ലിപ്പ് കണ്ടു നോക്കൂ. അടുത്ത പോയിന്റ് നോക്കാം. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ 2022 പുരസ്കാരം നേടിയിട്ടുള്ളത് HS പ്രണോയ് ആണ്. ഓക്കെ, കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം 2022 കിട്ടിയിട്ടുള്ളത് HS പ്രണോയ്. കേരള പുരസ്കാരം 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് T പത്മനാഭൻ. ഓക്കെ, കേരള പുരസ്കാരം 2023 നമ്മുടെ പത്മ പുരസ്കാരത്തിന്റെ മാതൃക അനുസരിച്ചിട്ട് ഉള്ള ഒരു പുരസ്കാരമാണ് കേരള പുരസ്കാരം. അപ്പൊ കേരള പുരസ്കാരം 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് T പത്മനാഭൻ. അപ്പൊ നമ്മൾ ഈ ടീ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ചായ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ലൈറ്റ് കത്തിക്കും അല്ലെ. അപ്പൊ ഒരു ലൈറ്റ് ജ്യോതിയായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് T പത്മനാഭൻ. ഇനി കേരള പ്രഭ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ്? ഫാത്തിമ ബീവി, സൂര്യകൃഷ്ണമൂർത്തി. പഠിച്ചു വെച്ചേക്ക, ആർക്കൊക്കെയാണ്? ഫാത്തിമ ബീവിക്കും സൂര്യകൃഷ്ണമൂർത്തി. സൂര്യന്റെ ഒക്കെ ഒരു പ്രഭ അല്ലെ. അപ്പൊ കേരള പ്രഭ, ഫാത്തിമ ബീവി, സൂര്യകൃഷ്ണമൂർത്തി. ഇനി അടുത്തത് കേരളശ്രീ ആണ്. അത് കിട്ടിയിട്ടുള്ളത് KM ചന്ദ്രശേഖർ. ഇനി ചന്ദ്രന്റെ പര്യായമായിട്ട് വരുന്ന സോമൻ അല്ലെ, പുനലൂർ സോമരാജൻ. പിന്നെ രവി DC. രവി എന്ന് പറഞ്ഞാല് സൂര്യൻ. അപ്പൊ ചന്ദ്രനും സൂര്യനൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ആൻസറിൽ. KM ചന്ദ്രശേഖർ, പുനലൂർ സോമരാജൻ, രവി DC. പിന്നെ VP ഗംഗാധരൻ, അതുപോലെ തന്നെ പണ്ഡിറ്റ് രമേശ് നാരായൺ. അപ്പൊ ഇത്രയും പേർക്കാണ് കേരളശ്രീ കിട്ടിയിട്ടുള്ളത്. ആരൊക്കെയാണ്? KM ചന്ദ്രശേഖർ, ചന്ദ്രനുണ്ട്, അതേപോലെ തന്നെ സൂര്യനുണ്ട്. അപ്പൊ ചന്ദ്രശേഖർ, പുനലൂർ സോമരാജൻ. സോമൻ എന്ന് പറഞ്ഞാല് സൂര്യൻ അല്ല, സോമൻ എന്ന് പറഞ്ഞാല് ചന്ദ്രൻ. ഇനി രവി DC. രവി എന്ന് പറഞ്ഞാല് സൂര്യൻ. പിന്നെ ഗംഗ, നമുക്കൊരു പ്രകൃതിയുമായിട്ടൊക്കെ വേണമെങ്കിൽ ബന്ധപ്പെട്ട് പറയാം അല്ലെ. ഗംഗ വെള്ളമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ VP ഗംഗാധരൻ, പിന്നെ രമേശ് നാരായണൻ. ഓക്കെ, 2023 സെപ്റ്റംബറിൽ വിക്ഷേപിച്ചിട്ടുള്ള ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമാണ് മൂൺ സ്നൈപ്പർ. ഓക്കെ, മൂൺ സ്നൈപ്പർ ആണ് കേട്ടോ. അതിന്റെ ലാൻഡർ സ്ലിം ആണ്. ലാൻഡർ ഏതാണ്? സ്ലിം ആണ്. ലാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് സ്ലിം ആയിരിക്കണം എന്നൊക്കെ ഓർത്ത് വയ്ക്കാം. 2023 സെപ്റ്റംബറിൽ വിക്ഷേപിച്ചുള്ള ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമാണ് മൂൺ സ്നൈപ്പർ. ലാൻഡർ ഏതാണ്? സ്ലിം ആണ്. അടുത്ത പോയിന്റ്, ചിഹ്നഗ്രഹമായിട്ടുള്ള ബെന്നുവിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുവാനായിട്ടുള്ള നാസ ദൗത്യം ഒസിരിസ് റെക്സ് ആണ്. ഒസിരിസ്
റെക്സ്. ചിഹ്നഗ്രഹമായിട്ടുള്ള ബെന്നുവിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുവാനായിട്ടുള്ള നാസ ദൗത്യമാണ് ഒസിരിസ് റെക്സ്. അപ്പോൾ പോയിന്റ്സുകൾ നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് സ്പീഡിൽ നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ 52ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, മികച്ച നടൻ ബിജു മേനോൻ, അതുപോലെ തന്നെ ജോജു ജോർജ്, നടി രേവതി, മികച്ച സംവിധായകൻ ദിലീഷ് പോത്തൻ, മികച്ച ചിത്രം ആവാസ വ്യൂഹം. 30ാമത്തെ JC ഡാനിയൽ പുരസ്കാരം 2022 കിട്ടിയിട്ടുള്ളത് TV ചന്ദ്രൻ, 2021 KP. അപ്പൊ നമ്മുടെ ജേഴ്സി TV കുമാരനായിട്ടൊക്കെ ഓർക്കുക. പിന്നെ AR രാജരാജവർമ്മയുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പി, രാജാവും കുമാരനും. കാക്കനാടൻ സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് മോഹൻകുമാർ അല്ലെ. അപ്പൊ കാക്കനാടിലൊക്കെ പോകാനുള്ള ഒരു മോഹം. ചെറുകാട് സ്മാരക ട്രസ്റ്റിന്റെ ചെറുകാട് പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത് ഷീല ടോമി. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സ്പോർട്സ്മാൻ ഓഫ് ദി പുരസ്കാരം നേടിയിട്ടുള്ളത് HS പ്രണോയ്. കേരള പുരസ്കാരം 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് T പത്മനാഭൻ. കേരള പ്രഭ ഫാത്തിമ ബീവി സൂര്യകൃഷ്ണമൂർത്തി. കേരള ശ്രീ M ചന്ദ്രശേഖർ, പുനലൂർ സോമരാജൻ, രവി DC, VP ഗംഗാധരൻ, പണ്ഡിറ്റ് രമേശ് നാരായണൻ. 2023 സെപ്റ്റംബറിൽ വിക്ഷേപിച്ചിട്ടുള്ള ജപ്പാന്റെ ചാന്ദ്ര ദൗത്യം മൂൺ സ്നൈപ്പർ ലാൻഡർ സ്ലിം. ചിഹ്നഗ്രഹമായിട്ടുള്ള ബെന്നുവിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുവാനായിട്ടുള്ള നാസ ദൗത്യമാണ് ഒസിരിസ് റെക്സ്. ഓക്കെ. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാ? ജൂപ്പിറ്റർ 3 അല്ലെ. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ജൂപ്പിറ്റർ 3. അടുത്ത പോയിന്റ്, ബഹിരാകാശ യാത്ര നടത്തി കുറഞ്ഞിട്ടുള്ള വ്യക്തി ഒലിവർ ഡിമൻ ആണ്. ഓക്കെ. ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ള പ്രായം കുറഞ്ഞിട്ടുള്ള വ്യക്തി ഒലിവർ ഡിമൻ. ജസ്റ്റ് ഓർക്കാം, ഈ ഒലിവ് ഓയിൽ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം പ്രായം തോന്നില്ല എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ പ്രായം കുറഞ്ഞിട്ടുള്ള വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഒലിവർ ഡിമൻ, 18 വയസ്സ്. ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ള ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള വ്യക്തി വില്യം ഷാട്ട്നർ. നല്ല പ്രായം കൂടിയിട്ടുള്ള വ്യക്തിയല്ലേ, കുറച്ച് ഷാട്ട്യക്കാരനാണെന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ ഷാട്ട്നർ ആണ്, വില്യം ഷാട്ട്നർ. ബഹിരാകാശ ആദ്യ ചലച്ചിത്രം നിർമ്മിച്ചിട്ടുള്ള രാജ്യം റഷ്യ. ചലച്ചിത്രമല്ല, അപ്പൊ നല്ല റഷ് ആയിരുന്നു എന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ റഷ്യ. ഇന്ത്യയുടെ ഫസ്റ്റ് വേദിക് തീം പാർക്ക് നോയിഡയാണ്. നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വേദിക് പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ നോഡ എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം അല്ലെ. നോയിഡ, ഉത്തർപ്രദേശ്. രാജ്യത്ത് ആദ്യമായിട്ട് ഏക സിവിൽ കോഡ് പാസ്സാക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഏക സിവിൽ കോഡ് കേട്ടോ. ഏക സിവിൽ കോഡ് പാസ്സാക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യത്തെ സ്കിൽ സെന്റർ നിലവിൽ വന്നിട്ടുള്ളത് സാമ്പൽപൂർ ആണ്, ഒഡീഷ. ഓക്കെ. സ്കിൽ സെന്റർ പറയുമ്പോൾ നമ്മുടെ ഓടുന്നതിനകത്തുള്ള സ്കില്ലൊക്കെ വേണമെങ്കിൽ ഓർക്കാം, അല്ലെങ്കിൽ സ്കില്ലിന്റെ ഒരു സാമ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. സാമ്പൽപൂർ, ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ സ്കിൽ സെന്റർ നിലവിൽ വന്നിട്ടുള്ളത് സാമ്പൽപൂർ, ഒഡീഷ. രാജ്യത്തെ ക്രയോജനിക് സ്വകാര്യ റോക്കറ്റ് അഗ്നിബാൺ ആണ് കേട്ടോ. രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് സ്വകാര്യ റോക്കറ്റ് അഗ്നിബാൺ എന്നുള്ളത് ഓർത്തു വെക്കാം. രാജ്യത്തെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് പട്ന. ഓക്കെ. അപ്പൊ ഡോൾഫിൻ, ഈ പാട്ടൊക്കെ വെച്ചിട്ട് ഡോൾഫിന്റെ ഒരു മൂവ്മെന്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർക്കാം. അപ്പൊ പാട്ട് പട്നയായിട്ടൊന്ന് ഓർത്തു വെക്കാം. രാജ്യത്തെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് പട്നയിലാണ്. ഓക്കെ. ഇനി അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ആദ്യ ആഴക്കടൽ മനുഷ്യ ദൗത്യം സമുദ്രയാൻ ആണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ ആഴക്കടൽ മനുഷ്യ ദൗത്യം സമുദ്രയാൻ. ഇന്ത്യയിൽ ആദ്യ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വന്നിട്ടുള്ളത് മധ്യപ്രദേശ്. ഓൺലൈൻ ഗെയിമിംഗ് ആണ്. അപ്പൊ ഓൺലൈൻ ഗെയിമിംഗിൽ നമുക്ക് ഫസ്റ്റ് ആവാൻ പറ്റിയില്ല, മധ്യ ആയി എന്ന് വിചാരിക്കട്ടെ. അപ്പൊ മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്ന 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് ഹൈവേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്ന 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ ഏതാണ്? ദ്വാരക എക്സ്പ്രസ് ഹൈവേ. രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം. ഓക്കെ. ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി അല്ലെ. ആന്റിബയോട്ടിക് ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കക്കേണ്ടി വരും അല്ലെ. കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം. കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് കരിക്കകം. അപ്പൊ കരിക്കിന്റെ അകത്ത് നമ്മളിങ്ങനെ കരിക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തെടുക്കണം അല്ലെ. അപ്പൊ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് കരിക്കകം. കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട്. കേരളത്തിലെ ആദ്യ തരിശുരഹിത എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ ഇങ്ങനെ കാട് പോലെ പടർന്നു പിടിച്ചു അല്ലെ. തരിശില്ല. അപ്പൊ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാടാണ്, അന്തിക്കാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. അടുത്ത പോയിന്റ്, കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കരവാരം. അപ്പൊ കരയുടെ അവിടെ നല്ല പച്ച കളർ ആയിരിക്കും എന്നൊക്കെ ഓർക്കാം. ഹരിത സമൃദ്ധിയാണ് കേട്ടോ. ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കരവാരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂര്. പച്ച കളറിലെ കിളിയാണെന്ന് ഓർക്കാം. അതേപോലെ തന്നെ ബ്ലോക്ക് വരുത്തി എന്ന് ഓർക്കാം കേട്ടോ. ഈ കിളി കാരണം അവിടെ ഫുൾ ബ്ലോക്ക് വരുത്തി എന്നൊക്കെ ഓർക്കാം. അപ്പൊ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂര്. ഓക്കെ. അപ്പൊ പോയിന്റുകൾ ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ത്യയിൽ ആദ്യ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വന്നിട്ടുള്ളത് മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്ന 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് ഹൈവേ. രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം.
കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ള കരിക്കകം. കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട്. തരിശുരഹിത അന്തിക്കാട്, കാട് പോലെ പടർന്നു. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കരവാരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കേട്ടോ. പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടും കണക്ട് ചെയ്യണേ. പച്ച കളറിലെ കിളി ഓർക്കാം, അതേപോലെ തന്നെ ബ്ലോക്ക് വരുത്തി ഓർക്കാം ആ കിളി കാരണം കേട്ടോ. ഇനി അടുത്ത് കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കലാണ്. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ. അപ്പൊ ബാലന്മാർക്ക് പുഴയിലേക്കൊക്കെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്തു വെക്കാം. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യു ഷറഫ് അലിയാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ കേട്ടോ. സ്പോർട്സ് ആണ്, സ്പോർട്സിലൊക്കെ നമുക്ക് ഉഷാറാവാനൊക്കെ, സ്പോർട്സിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉഷാറാവുന്ന ഓർക്കാം അല്ലെ. അപ്പൊ യു ഷറഫ് അലി. ധനകാര്യ കമ്മീഷൻ ആരാ? അരവിന്ദ് പനഗരിയ. ധനകാര്യം, ധനം എന്ന് പറയുമ്പോൾ തന്നെ പണമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ പനഗരിയ കേട്ടോ, അരവിന്ദ് പനഗരിയ. മുമ്പ് ആരായിരുന്നു? NK സിംഗ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ? പ്രിയങ്ക കനുങ്കോ. ബാലാവകാശ കമ്മീഷൻ, ബാലന്മാര് നമുക്ക് ഭയങ്കര പ്രിയമാണെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ പ്രിയങ്ക കനുങ്കോ. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ മനോജ് സോണിയാണ് കേട്ടോ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ മനോജ് സോണി. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആരാ? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. വിജിലൻസ് വാസ്തവ. അപ്പൊ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ ശ്രീവാസ്തവ. കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ടീക്കാറാം മീണയുടെ ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ. കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ടീക്കാറാം മീണയുടെ ആത്മകഥ ഏതാണ്? തോൽക്കില്ല ഞാൻ. മീണ എന്ന് പറയുമ്പോൾ നമുക്ക് വീണ എന്ന് ഓർക്കാം അല്ലെ. ഇത്ര വീണാലും തോൽക്കില്ല ഞാൻ എന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ ടീക്കാറാം വീണ ഓർക്കാം. ഇത്ര വീണാലും നമ്മൾ തോൽക്കില്ല അല്ലെ. തോൽക്കില്ല ഞാൻ എന്നുള്ളത് ഓർത്തു വെക്കാം. അപ്പൊ ഒന്നും കൂടെ പോയിന്റ്സുകൾ നോക്കാം. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ. ബാലന്മാർക്ക് പുഴയിലേക്ക് പോകാനൊക്കെയുള്ള ടെൻഡൻസി ഉണ്ടാവും ഓർക്കാം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യു ഷറഫ് അലി. സ്പോർട്സിന് പോയാൽ ഉഷാറാവുന്ന ഓർക്കാം. ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയ, ധനം പണം. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കനുങ്കോ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ മനോജ് സോണി. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ടീക്കാറാം മീണയുടെ ആത്മകഥ ചോദിക്കുകയാണെങ്കിൽ തോൽക്കില്ല ഞാൻ. ഇനി കുടുംബശ്രീക്ക് തുടക്കം കുറിച്ചിട്ടുള്ള എന്നാണ്? 1998 മെയ് 17 കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. 1998 മെയ് 17. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. മൊബൈൽ ഫോണിൽ അടിമപ്പെട്ടിട്ടുള്ള കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണ്? കൂട്ട് അല്ലെ. അപ്പൊ മൊബൈൽ ഫോൺ വേണ്ട, പകരം നമ്മൾ ഒരു കൂട്ടായിട്ട് നിന്നാൽ മതി. അപ്പൊ കൂട്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അനർഹമായിട്ട് മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താൻ പൊതുവിതരണ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ യെല്ലോ. അനർഹമായിട്ട് മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനായിട്ട് പൊതുവിതരണ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ യെല്ലോ. ഇനി കോളേജ് ക്യാമ്പസുകളിൽ ലഹരി മുക്തമാക്കാനായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആണ് ബോധപൂർണിമ. ലഹരി മുക്തമാക്കാനല്ലേ, അപ്പൊ ബോധം വരാനായിട്ട് ബോധപൂർണിമ. കോളേജ് ക്യാമ്പസുകളിൽ ലഹരി മുക്തമാക്കാനായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആണ് ബോധപൂർണിമ. 71ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡുകൾ നേടിയിട്ടുള്ള പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി. 71ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ്. അപ്പൊ ലൈഫ് ടൈം സന്യാസി പോലെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, ഓർത്തു വെക്കാം. ക്രിസ്റ്റോഫ് സനൂസി. അപ്പൊ 71ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിട്ടുള്ള പോളിഷ് സംവിധായകനാണ് ക്രിസ്റ്റോഫ് സനൂസി. സന്യാസി ആയിട്ടൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ പോയിന്റ്സുകൾ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? കുടുംബശ്രീക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് 1998 അല്ലെ, മെയ് 17. മൊബൈൽ ഫോണിന് അടിമപ്പെട്ടിട്ടുള്ള കുട്ടികൾ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി കൂട്ട്. അനർഹമായി മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനായിട്ടുള്ള പൊതുവിതരണ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ യെല്ലോ. പിന്നെ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി മുക്തമാക്കാനായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ബോധപൂർണിമ. 71ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിട്ടുള്ള പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി. 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത്
പെരുമാൾ മുരുകൻ. 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് പെരുമാൾ മുരുകനാണ് കേട്ടോ. അപ്പൊ JCB എന്ന് പറയുമ്പോൾ നമ്മുടെ JCB വാഹനവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഈ JCB ഒക്കെ വെച്ചിട്ട് ഈ മാളൊക്കെ പണിയുന്നേക്കാൾ മുമ്പ് അവിടെയൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. മാള് കൊണ്ട് ഉദ്ദേശിച്ചത് പെരുമാളാണ്. പെരുമാൾ നമുക്ക് മാളായിട്ട് ലുലുമാളൊക്കെ പറയുന്ന പോലെ ഓർക്കാം. പെരുമാൾ മുരുകൻ. അപ്പൊ ഏതിനാണ് കിട്ടിയിട്ടുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഫയർ ബേർഡിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഫയർ ബേർഡ് അത് ഓർത്തു വയ്ക്കാം. അപ്പൊ 2023 പെരുമാൾ മുരുകൻ. 2022 JCB സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കായിരുന്നു പറയാമോ? ഖാലിദ് ജാവേദ് അല്ലെ. 2 കാലും വെച്ചിട്ട് JCB ഓടിച്ചു എന്നൊക്കെ ഓർക്കാം. ഓക്കെ, 2022 JCB സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് ഖാലിദ് ജാവേദ്. ഖാലിദ് ജാവേദ്. കാല് വെച്ചിട്ട് 2 കാലും വെച്ചിട്ട് JCB ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. ഇപ്പൊ 2022 ആയിട്ട് കണക്ട് ചെയ്യാം. അടുത്തത് 2023 വർഷത്തെ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള പ്രൊഫറ്റ് സോങ് എന്ന നോവൽ രചിച്ചിട്ടുള്ളത് പോൾ ലിഞ്ച് ആണ്. ഐറിഷ് എഴുത്തുകാരനാണ്. 2023 വർഷത്തെ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള പ്രൊഫറ്റ് സോങ് എന്ന നോവൽ രചിച്ചിട്ടുള്ളത് പോൾ ലിഞ്ച്. ഓക്കെ, ലഞ്ച് കഴിക്കുന്ന സമയത്ത് സോങ് കേട്ടിട്ടാണ് ലഞ്ച് കഴിക്കണമെന്ന് ഓർക്കാം. പ്രൊഫറ്റ് സോങ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ബുക്കും വായിക്കുന്ന ഓർക്കാം കേട്ടോ. എക്സാം ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ ബുക്കും വായിച്ചിട്ടാണ് പഠിക്കണമെന്നൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കാം. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള 2023 ബാലൻഡിയോർ പുരസ്കാരം നേടിയിട്ടുള്ളത് ലയണൽ മെസ്സി ആണ്. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള 2023 ബാലൻഡിയോർ പുരസ്കാരം നേടിയിട്ടുള്ളത് ലയണൽ മെസ്സി. മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള 2023 ബാലൻഡിയോർ പുരസ്കാരം നേടിയിട്ടുള്ളത് ഐത്താന ബോൺമതിയാണ് കേട്ടോ. ഐത്താന ബോൺമതി. മികച്ച വനിതാ താരത്തിനുള്ള 2023 ബാലൻഡിയോർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഐത്താന ബോൺമതി. ബോള് മതി എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. ഫുട്ബോൾ അല്ല, അപ്പൊ ബോള് മതി എന്നൊക്കെ ഓർത്തു വെക്കാം. ഐത്താന ബോൺമതി. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള സെഞ്ചുറി നേടിയിട്ടുള്ളത് ഗ്ലെൻ മാക്സ്വൽ ആണ്. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയിട്ടുള്ള സെഞ്ചുറി നേടിയിട്ടുള്ളത് ഗ്ലെൻ മാക്സ്വൽ. മാക്സിമം സ്പീഡിൽ തന്നെ സെഞ്ചുറി കിട്ടിയെന്ന് ഓർക്കാം കേട്ടോ. ഗ്ലെൻ മാക്സ്വൽ. ഗ്ലെൻ മാക്സ്വൽ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് KN ശാന്തകുമാർ ആണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ. ഓക്കെ, പ്രസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുന്ന സമയത്ത് കുറച്ച് ശാന്തനായിട്ടൊക്കെ ഇരിക്കണം നോക്കാം കേട്ടോ. KN ശാന്തകുമാർ. KN ശാന്തകുമാർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ചുള്ള സംസ്ഥാനം തെലുങ്കാന. ഇന്ത്യയിൽ ആദ്യമായിട്ട് അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ചുള്ള സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. തെലുങ്കാന. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് 2023 നേടിയിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് 2023 നേടിയിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ റിപ്പോർട്ടിൽ ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ശക്തികാന്ത ദാസ് ആണ്. RBI ഗവർണർ ആയിട്ടുള്ള ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് അല്ലെ, ബാങ്കുകളുടെയൊക്കെ ഹെഡ് അല്ലെങ്കിൽ ബാങ്കുകളുടെയൊക്കെ ബാങ്ക് എന്നറിയപ്പെടുന്ന ശക്തികാന്ത ദാസ്. അപ്പോൾ നല്ല ശക്തി വേണം എന്നൊക്കെ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് പെരുമാൾ മുരുകൻ. 2023 വർഷത്തെ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള പ്രൊഫറ്റ് സോങ് എന്ന നോവൽ രചിച്ചത് പോൾ ലിഞ്ച്. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള 2023 ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള 2023 ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ഐത്താന ബോൺമതി. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള സെഞ്ചുറി നേടിയിട്ടുള്ളത് ഗ്ലെൻ മാക്സ്വൽ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് KN ശാന്തകുമാർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ചുള്ള സംസ്ഥാനം തെലുങ്കാന. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് 2023 നേടിയിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ റിപ്പോർട്ടിൽ ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? സേവ് ഫുഡ്, ഷെയർ ഫുഡ് കേട്ടോ. ഫുഡ് സേവ് ചെയ്യുക, പിന്നെ ഫുഡ് ഷെയർ ചെയ്യുക. അപ്പൊ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്താണ്? സേവ് ഫുഡ്, ഷെയർ ഫുഡ് കേട്ടോ. സേവ് ഫുഡ്, ഷെയർ ഫുഡ്. അടുത്ത ചോദ്യം. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ ആണ് അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ്. ഓക്കെ, അല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം ഉറപ്പ് എന്നുള്ളത് ഓർക്കാം. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ ഏതാണ്? അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ്. ഇനി അടുത്ത ചോദ്യം. കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ബാലമിത്ര. എന്താണ് ബാലമിത്ര? കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്തെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ബാലമിത്ര. ബാലമിത്ര. അടുത്ത ചോദ്യം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനമാണ് ജ്വാല
ഏതാണ് ജ്വാല അല്ലെ? അവര് ജ്വലിക്കട്ടെ. അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനമാണ് ജ്വാല. ഇനി ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധന ക്യാമ്പയിനുകളുടെ പേരെന്താണ്? എന്താണ്? ദൃഷ്ടിയാണ് കേട്ടോ, ദൃഷ്ടിയാണ്. ഓക്കെ. ജീവിതശൈലി രോഗവിവരണ ശേഖരണത്തിന് കേരള ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ആപ്പാണ് ശൈലി ആപ്പ്. ആ പേരിൽ തന്നെ കിട്ടും അല്ലെ? ജീവിതശൈലിയാണ്. അപ്പൊ ജീവിതശൈലി രോഗവിവരണ ശേഖരണത്തിന് കേരള ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ആപ്പാണ് ശൈലി ആപ്പ്. ഇനി അടുത്ത പോയിന്റ്, വിളർച്ച മുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് വിവ. വിവ എന്ന് പറഞ്ഞാല് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് അല്ലെ? അപ്പൊ വിളർച്ച മുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് വിവ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത്, നബാർഡിന്റെ പുതിയ ചെയർമാൻ ആരാ? നബാർഡിന്റെ അത് കെ വി ഷാജി അല്ലെ? നമ്മുടെ ആട് സിനിമയിനകത്തുള്ള ഷാജി പാപ്പനായിട്ടൊന്ന് കണക്ട് ചെയ്യാം. കെ വി ഷാജി. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയുടെ 50ാം ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയേറ്റിട്ടുള്ളത് ആരാണ്? DY ചന്ദ്രചൂഡ്. 50ാമത്തെയാണ് കേട്ടോ. 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയേറ്റിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ DY ചന്ദ്രചൂഡ്. ബ്രിട്ടനിലെ 57ാമത്തെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ ഋഷി സുനാക് ആണ് കേട്ടോ. ഋഷി സുനാക് ആണ് ബ്രിട്ടനിലെ 57ാമത്തെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റിട്ടുള്ള ഇന്ത്യൻ വംശജൻ ഋഷി സുനാക്. അടുത്ത പോയിന്റ് നോക്കാം. കേന്ദ്ര ലളിതകല അക്കാദമി അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ചിത്രകാരൻ ആരാണ്? പ്രൊഫസർ ബി നാഗ്ദാസ് ആണ് കേട്ടോ. ഇറ്റ്സ് ഓപ്ഷൻ ബി, പ്രൊഫസർ ബി നാഗ്ദാസ്. കേന്ദ്ര ലളിതകല അക്കാദമിയാണ്. അപ്പോൾ ജസ്റ്റ് ഓർക്കാം, ഈ നാഗങ്ങളെ കൊണ്ടുള്ള അല്ലെങ്കിൽ പാമ്പിനെ കൊണ്ടുള്ള ഒരു ലളിതമായിട്ടുള്ള ഒരു കല എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ കേന്ദ്ര ലളിതകല അക്കാദമി അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ചിത്രകാരൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൊഫസർ ബി നാഗ്ദാസ്. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ആരാണ്? കെ സച്ചിദാനന്ദൻ. കേരള സാഹിത്യം അല്ലെ? സാഹിത്യമൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല ആനന്ദം വരുന്നൊക്കെ ഓർക്കാം. കെ സച്ചിദാനന്ദൻ. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാ? അത് രഞ്ജിത്താണ്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ രഞ്ജിത്താണ് കേട്ടോ. അടുത്ത പോയിന്റ്, മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുക എന്ന ലക്ഷ്യമിട്ട് നാസ വിക്ഷേപിച്ചിട്ടുള്ള പേടകം ഏതാണ്? ആർട്ടിമിസ് 1 മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നാസ വിക്ഷേപിച്ചിട്ടുള്ള പേടകം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിമിസ് 1. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ഏതാ? വിക്രം എസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യത്തിന്റെ എസ് അല്ലെങ്കിൽ സ എന്നുള്ള രീതിയിൽ ഓർക്കട്ടോ. വിക്രം എസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ഏതാണ്? വിക്രം എസ്. ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളെ വഴി തിരിച്ചുവിടാൻ ലക്ഷ്യമിട്ട് നാസ നടത്തിയിട്ടുള്ള ആദ്യ ഭൗമ പ്രതിരോധ ദൗത്യമാണ് ഡാർട്ട് ദൗത്യം. ഓക്കെ. ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളെ വഴി തിരിച്ചുവിടാൻ ലക്ഷ്യമിട്ട് നാസ നടത്തിയിട്ടുള്ള ആദ്യ ഭൗമ പ്രതിരോധ ദൗത്യമാണ് ഡാർട്ട് ദൗത്യം. ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയിട്ടുള്ള 2023 നിർബന്ധമായും കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളാണ് കുമരകം, മറവൻതുരുത്ത്, വൈക്കം. ഏതൊക്കെയാണ്? കുമരകം, മറവൻതുരുത്ത്, വൈക്കം. പഠിച്ചു വെക്കണേ. കുമരകം, മറവൻതുരുത്ത്, വൈക്കം. പുരാരേഖ വകുപ്പിന്റെ താളിയോല രേഖാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. പുരാരേഖ വകുപ്പിന്റെ താളിയോല രേഖാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം. 2022 ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് ആർക്കാ? അംബികാസുധൻ മങ്ങാട് അല്ലെ? അംബികാസുധൻ മങ്ങാട്. ഓക്കെ. കുഴല് വെച്ചിട്ട് അംബികാസുധനെ അടിച്ചു എന്നൊക്കെ ഓർക്കാം അല്ലെ? അംബികയുടെ പുത്രനെ അടിച്ചു എന്നൊക്കെ ഓർക്കാം. അപ്പൊ 2 കൈയിലും അടിച്ചു. അപ്പൊ 2022 രണ്ടുമായിട്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്തു അല്ലെ? അപ്പൊ ഏതിനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ? പ്രാണവായുവിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ സുധൻ പ്രാണവായും കൊണ്ട് ഓടിപ്പോയെന്നൊക്കെ ഓർക്കാം കേട്ടോ. അടുത്ത പോയിന്റ്, വിവർത്തനത്തിനുള്ള 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാഹിത്യകാരൻ. വിവർത്തനം ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ചാത്തനാത്ത് അച്യുതൻ ഉണ്ണി. ഓക്കെ. വിവർത്തനം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക അല്ലെ? അപ്പൊ ഒരു ചാത്തന്റെ ഹെൽപ്പ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വെറുതെ ഓർത്ത് വെക്കുക കേട്ടോ. ചാത്തനാത്ത് അച്യുതൻ ഉണ്ണി. ഓക്കെ. അപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. ഓക്കെ. അപ്പൊ ഈ 100 ചോദ്യങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ ആ തീംസും കൂടെ ഒന്ന് പഠിച്ചു പോകണം കേട്ടോ. പ്രമേയങ്ങൾ. അപ്പൊ അതിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. ക്ലാസ് കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ്സും കൂടെ കണ്ട് പഠിച്ചു പോകാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒരു കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ടിരുന്ന് പഠിക്കാം. താങ്ക് യു ഓൾ.